വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ സംസ്ഥാന സർക്കാരിന് സമഗ്ര നയം വേണമെന്ന് ഹൈക്കോടതി. കാട്ടുപന്നി ആക്രമണം തടയാൻ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിർദ്ദേശം. വിഷയം പഠിക്കാൻ കോടതി അമിക്കസ് ക്യൂറിയെ നിയമിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത്. ശ്രീകാന്ത്, ഈ സമയത്ത് മലയോര മേഖല ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയാണ്. ഏത് രീതിയിൽ നടപടി, ഏത് രീതിയിലുള്ള സമഗ്ര ഒരു കാഴ്ചപ്പാട് വേണമെന്നുള്ളതാണ് ഹൈക്കോടതി പറയുന്നത്. ശ്രീകാന്ത്, നിലവിലിപ്പോൾ ഈ വന്യജീവി ആക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. നിലവിലിപ്പോൾ ഹൈക്കോടതി സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു സമഗ്ര നയം വേണമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അത് സംബന്ധിച്ച് പഠിച്ച് അത് കോടതി മുമ്പാകെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നിലവിലിപ്പോൾ ഒരു അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചിട്ടുള്ളത്. ആ അമിക്കസ് ക്യൂറി ബന്ധപ്പെട്ട മേഖലകളൊക്കെ തന്നെ സന്ദർശിച്ച് ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി കൂടിക്കാഴ്ച നടത്തി അത് കോടതിയെ ധരിപ്പിക്കണം. ഈ ഇപ്പോഴത്തെ സാഹചര്യം കോടതിയെ ധരിപ്പിക്കണം. ഈ എന്ത് നടപടികൾ നിലവിൽ സ്വീകരിക്കാൻ സാധിക്കും എന്ന ശുപാർശകളടക്കം അക്കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. കാട്ടുപന്നി ആക്രമണം തടയാൻ വേണ്ടി ഇടപെടണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ഒരു ഹർജി എത്തിയിരുന്നു. ആ ഹർജി പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇങ്ങനെയൊരു സമഗ്ര നയം സർക്കാരിന് വേണമെന്ന് പറയുകയും ഒപ്പം തന്നെ ഒരു അമിക്കസ് ക്യൂറിയെ വിഷയത്തിൽ നിയോഗിക്കുകയും ചെയ്തത്. എന്താണ് കേന്ദ്ര നയം, കേന്ദ്ര നിയമം ഒക്കെ പറയുന്നത് ശരിയാണെങ്കിൽ കൂടിയും നമ്മുടെ സംസ്ഥാനത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ട സംഭവമല്ല. അല്ലെങ്കിൽ കാട്ടാനാക്രമണമോ അല്ലെങ്കിൽ പുലി, കടുവ പോലെയുള്ള പരിപാടികൾ ഒരിടത്തെ മാത്രമല്ല, ഒട്ടുമിക്ക കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും മലയോര മേഖലകളിൽ ഇത് സ്ഥിരം സംഭവമാകുമ്പോൾ ഒരു സമഗ്ര നയം അതിൽ വേണം എന്ന് ഹൈക്കോടതി ശരിയാവണ്ണം പറയുകയാണ്.